ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് എടുക്കണമെന്ന് വിചാരിച്ചെടുത്തതല്ല. അപ്പം ഉണക്കമീൻ കടയിലെ തിരക്ക് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം. അങ്ങനെ ഞാൻ എടുത്തതാണ്. പച്ചമീൻ കടയിൽ ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ലയെന്ന് പറഞ്ഞ പോലെ പച്ചമീൻ കടയൊക്കെ കാലിയാണ് കേട്ടോ. എന്നാലും മീൻ വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ അതിശയം. എല്ലാവരും പേടിച്ച് കുറച്ച് അങ്ങനെ മീൻ മേടിക്കാതിരിക്കുന്ന സമയത്ത് പച്ചമീൻ ഒത്തിരി പേര് വിൽക്കുന്നുമുണ്ട് കേട്ടോ, മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പം ഉണക്കമീൻ കടയിലെ തിരക്കാണ്, ഭയങ്കര തിരക്ക്. പിന്നെ ആളുകളുടെ ഫേസ് ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇത് തന്നെ ഞാൻ ഒരു ട്രിക്ക് എടുത്തിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ കുറേ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 കിലോ മീൻ എടുത്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മീൻ വേണം, ഉണക്കമീനോ പച്ചമീനോ വേണം. ചിക്കൻ കഴിച്ചെല്ലാവരും തന്നെ മടുത്തു. അപ്പോൾ ആഴ്ച ഒരു ദിവസമൊക്കെ ചിക്കൻ കഴിച്ചാൽ മതി. പിന്നെ ഉണക്കമീൻ കറിയായിട്ടോ വറുത്തിട്ടോ, വറക്കുകയാണെങ്കിൽ ഒരു കഷ്ണമൊക്കെ ആണെങ്കിലും മതിയില്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഞാൻ തെരണ്ടി മീൻ, വാള മീൻ, അതുപോലെ കുട്ടൻ മീൻ, ചെമ്മീൻ, പിന്നെ വേറെ 1-2 ടൈപ്പ് മീനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പൈസ കയറുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ അടുത്ത് ATM പോയി പൈസ എടുത്ത് കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ശരിക്കും നല്ല അതിശയം തോന്നി. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നവർ ഈ ഉണക്കമീൻ വിൽക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയേറെ തിരക്കാണ്. പേരിന്നാണ് ആളുകൾ വന്ന് വണ്ടി നിർത്തുന്നതും പോകുന്നതും ഒക്കെ കേട്ടോ. അത്രമാത്രം തിരക്കാണ്. അപ്പോൾ ഞാൻ എല്ലാ മീനുകളൊക്കെ മേടിച്ച് ആ കടയ്ക്കോടന്ന് പാക്ക് ചെയ്ത് തന്നു. അവിടെ ഓരോരുത്തർ മാറി വരുന്നുണ്ട്. ചേച്ചിമാരൊക്കെ വന്ന് ഇങ്ങനെ പറയുന്നത് എന്ത് ചെയ്യും, ഇന്നത്തെ സമയത്ത് എന്ത് ചെയ്യും എന്നൊക്കെയാണ് എല്ലാവരുടെയും സംസാരം വരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സവാളയൊക്കെ ഞാനൊരു 3-4 കിലോ ഒന്നിച്ച് മേടിച്ചു കേട്ടോ. ഒരു മാസം നമുക്ക് തികഞ്ഞില്ലെങ്കിൽ പിന്നെ എടുക്കാൻ മേടിച്ചാൽ മതി. പിന്നെ പച്ചക്കറി ആണെങ്കിലും നല്ല വിലയൊക്കെയാണ് കേട്ടോ. അങ്ങനെ പാവയ്ക്കയും തക്കാളിയും പിന്നെന്താ പയർ, കോവയ്ക്ക, പച്ചക്കപ്പ ഉണ്ടായിരുന്നു. പച്ചക്കപ്പയൊക്കെ മേടിച്ച് കുറേ കാലമായി പച്ചക്കപ്പ മേടിച്ചിട്ട്. അങ്ങനെ പച്ചക്കപ്പയും മേടിച്ചു. പിന്നെ ഒരു ചിപ്സ് കടയിൽ കയറി. കൊച്ചിന് LKG UKG പിള്ളേർക്ക് ഇങ്ങനെ സ്നാക്സ് വേണമല്ലോ. അപ്പോൾ 10 മണിക്ക് കഴിക്കാൻ വേണ്ടി ഒന്നും മാറ്റി കൊടുത്തിട്ട് കഴിക്കത്തുമില്ല. അപ്പോൾ കുറച്ച് സ്നാക്സ് മേടിക്കാൻ വേണ്ടി കയറിയാണ്. വാഴയ്ക്കവർക്കും പക്കാവടയും പിന്നെ അച്ചപ്പവും അങ്ങനെയൊക്കെ മേടിച്ച് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം വീട്ടിൽ തന്നെ. ഇതിപ്പം പെട്ടെന്ന് എന്താ സ്കൂൾ തുറന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പം അടുത്ത ആഴ്ചയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണണം. അപ്പോൾ ഇന്നിപ്പം പോയപ്പോൾ അങ്ങ് മേടിച്ചതേ ഉള്ളൂ. പിന്നെ അതിനിടയിൽ പച്ചക്കറി കടയിൽ നിന്ന് കാടമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായി കാടമുട്ട പിള്ളേർക്ക് മേടിച്ചെടുത്തിട്ട്. അപ്പോൾ കാടമുട്ടയൊക്കെ മേടിച്ചതിടയ്ക്ക് എല്ലായിടത്തും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നീതിയിൽ നിന്നാണ് സാധനങ്ങൾ മേടിച്ചത്. അവിടെ എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചതിന് ശേഷം ഇതൊക്കെ മേടിക്കാൻ പോയത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഓട്ടോ പിടിച്ച് പോരുവാണ് കേട്ടോ. അവിടെ നിന്ന് കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് നമുക്ക് ഓട്ടോ പിടിച്ച് തന്നെ വേണം. പിന്നെ അവിടെ തന്നെയാണ് മില്ല്. അപ്പോൾ അവിടെ നിന്ന് മുളക് പൊടി, മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഉണക്കപ്പ മേടിച്ച് പിന്നെ സാധനങ്ങൾ മേടിച്ച് വണ്ടിയിൽ വെച്ച് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. ബൈ.